ിലേക്ക് മടങ്ങി വരുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം വ്യോമഗതാഗതത്തെ ആകെ തന്നെ തകരാറിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും അടക്കം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാഹചര്യം ഇന്നലെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഇന്നത്തെ സാഹചര്യം കൂടി പരിശോധിക്കാം. സാരംഗ് സുധാകരൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. സാരംഗിന്റെ റിപ്പോർട്ടിലേക്ക്. തീർച്ചയായും കൊച്ചിയിൽ നിന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തുമുള്ളത്. അത്രയധികം വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിലും നിലവിൽ പുലർച്ചെ പുറപ്പെടേണ്ട പല വിമാനങ്ങളുമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. യാത്രക്കാർ അധികവും ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം വെയിറ്റിംഗ് ഏരിയയിൽ കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന രീതിയിൽ ഇവർക്ക് നിർദ്ദേശം വരുന്നത്. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ തുടരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും അതിനുശേഷം വന്നിട്ടുള്ള പലരും യാത്രാ മധ്യയാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരം അവർക്ക് അറിയുന്ന മെസ്സേജ് വരുന്നത്. അതിനുശേഷം പലരും ഇവിടെ കുടുംബങ്ങളായിട്ട് വന്നിട്ട്, അതായത് വിസ ഇന്നോ നാളെയോ ആയിട്ട് വിസ ക്യാൻസൽ ചെയ്യാൻ എക്സ്പയറി ആവുന്ന പലരും ഇവിടെ വന്ന് പല ഈ ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. കാരണം അവർക്ക് വേറൊരു വഴിയില്ല. കാരണം ജോലി പ്രശ്നത്തിലാകും. അതേപോലെ തന്നെ അവരുടെ പല കാര്യങ്ങളും നടക്കാതെയാവും. പല കാര്യങ്ങളും അവിടെ കുടുംബമൊത്ത് ജീവിക്കുന്നവരും കുടുംബമൊത്ത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ അനിശ്ചിതത്വമാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. പലർക്കും ഇന്ന് രാവിലെ 9:15 പുറപ്പെടേണ്ട വിമാനം നാളെ 9:30 പുറപ്പെടുന്ന രീതിയിൽ റീഷെഡ്യൂൾ ചെയ്ത് നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊരു ഉറപ്പ് ലഭിക്കുന്നില്ല. പല രീതിയിലും ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തി നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും ഈ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ വരുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും തിരുവനന്തപുരം സ്വദേശികളാണെങ്കിൽ പോലും മറ്റു പലരും പല ജില്ലകളിൽ നിന്നും വന്നവരുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പലരുമുണ്ട്. അവരൊക്കെ ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് ഇതിലൊരു തീരുമാനമാവാത്തതിന്റെ പേരിൽ തിരിച്ചു പോകാൻ കഴിയാത്തതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. അതായത് തിരിച്ചുപോയി ഇന്ന് രാത്രി തന്നെ വിമാനം വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ദൂരം തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട്, മാത്രമല്ല ഹോട്ടൽ അടക്കം ഇത്രയും അടുത്ത് താമസിക്കുമ്പോഴുള്ള സാമ്പത്തിക ചെലവും അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ യാത്രക്കാർ അനുഭവിക്കുന്നത്. പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കുടുംബങ്ങളും ഈ ബോർഡിംഗ് പാസ് വാങ്ങിയതിനു ശേഷം അകത്ത് തന്നെ തുടരുകയാണ് അതിലൊരു തീരുമാനമാകുന്നവരെ. പലരും അതേപോലെ തന്നെ നമ്മളോടൊപ്പം നേരത്തെ പങ്കുവെച്ച ഒരു ആശങ്ക എന്ന് പറയുന്നത് പലരും എയർപോർട്ട് ജീവനക്കാർ ഇവിടെ ഡ്യൂട്ടിയിൽ കയറാനായിട്ട്, അതായത് ദുബായ് എയർപോർട്ടിലും മറ്റും ജോലിയിൽ പ്രവേശിക്കാനായി വന്നിരിക്കുന്ന പലരും ഇതേപോലെ യാത്ര അനിശ്ചിതത്വത്തിലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് പ്രധാന പ്രശ്നം സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു തീരുമാനം വരുന്നില്ല. അതായത് എന്നത്തേക്കാണ് റീഷെഡ്യൂൾ ചെയ്യുന്നത്, ഇതിലൊരു തീരുമാനം എങ്ങനെയാണ്, ഇന്ന് തന്നെ പുനരാരംഭിക്കുമോ അതോ ഈ 29-ാം തീയതിയാണോ പുനരാരംഭിക്കുക, ഇതിൽ എത്തരത്തിലുള്ള ഒരു നീക്കം, അതേപോലെ എയർപോർട്ടിൽ എത്തിയ യാത്രക്കാർക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുമോ, ഇതിലൊരു തീരുമാനമാവുന്നവരെ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യത്തിൽ വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യാത്രക്കാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി എയർലൈനുകൾ സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇരിപ്പിട ക്രമീകരണങ്ങളും എയർപോർട്ടിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ് സാഹചര്യങ്ങൾ. നിരവധി ഫ്ലൈറ്റുകൾ, അതായത് കൊച്ചിയിൽ 17 ആണെങ്കിൽ തിരുവനന്തപുരത്ത് 8ഓളം ഫ്ലൈറ്റുകൾ നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവയിലൊക്കെ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ ഇപ്പോൾ എയർപോർട്ടിനകത്ത് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റു പലർ അതിനുശേഷം വൈകി വന്ന പലരും ഇവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു. അത്തരത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ. അതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാഹചര്യം. എങ്ങനെയാണ് നിരവധി ആളുകളാണ് അവിടെയും കുടുങ്ങിക്കിടക്കുന്നത്. ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം.